ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലെങ്ത്. അതുപോലെ തന്നെ റോഡിന്റെ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഏരിയ ആണ് നമ്മുടെ റോഡിന്റെ സർഫസ് എന്ന് പറയുന്നത്. അത് 10 മീറ്റർ ആണ്. അതുപോലെ തന്നെ അതിന്റെ അടിഭാഗം ഇതൊരു ട്രപ്പീസിയത്തിന്റെ ഷേപ്പിലാണ് നമ്മൾ ഇതിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇതിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 2:1 ആണ്. അതുപോലെ ഈ ഡെപ്ത് എന്ന് പറയുന്നത്, അതായത് ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുന്നതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ D1 എന്ന പേരിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ എൻഡ് ആണെങ്കിൽ നമ്മൾ അതിനെ D2 എന്ന് നമ്മൾ സൂചിപ്പിക്കും. ഇനി എങ്ങനെയാണ് മിഡ് സെക്ഷൻ ഏരിയ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ലെങ്ത് തന്നിട്ടുണ്ടായിരിക്കും, ബ്രെഡ്ത്ത് ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് ഈ 10 മീറ്റർ, അതായത് ഫോർമേഷൻ വിഡ്ത്ത് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. D1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ട്രപ്പീസിയത്തിന്റെ ഈ ഡെപ്ത് എന്ന് പറയുന്നത്. D2 എന്ന് പറയുന്നതാണ് ഈ അടുത്ത എൻഡിൽ, അതായത് നമ്മളൊരു എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണിത്. അപ്പോൾ എൻഡിങ്ങിൽ വരുന്ന ഡെപ്ത് ആണ് D2 എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഇതിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 2:1 ആണ്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് വേണം നമുക്ക് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ് ചെയ്യാനായിട്ട്. ഇനി എന്താണ് മിഡ് സെക്ഷൻ എന്ന് ഞാൻ പറയാം. അതായത് ഇപ്പൊ ഈ 200 മീറ്റർ ലെങ്തില് നമ്മൾ എക്സ്കവേഷൻ നടത്തുകയാണ്. അതായത് റോഡിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ എക്സ്കവേഷൻ നടത്തുകയാണ്. അപ്പൊ ഈ 200 മീറ്റർ ലെങ്തിൽ നടത്തുമ്പോൾ നമ്മുടെ ഈ തുടക്കത്തിലുള്ള 0 എൻഡിനെ ഈ ട്രപ്പീസിയത്തിന്റെ ഷേപ്പിൽ നമ്മൾ അതിന്റെ ഡെപ്തിന് D1 എന്നും, അതുപോലെ തന്നെ ഇതിന്റെ എൻഡിലുള്ള ഡെപ്ത്, അതായത് ഇപ്പൊ നമുക്കൊരു റോഡിന്റെ ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഗ്രൗണ്ട് ലെവലിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫോർമേഷൻ ലെവൽ ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ റോഡിന്റെ ഫോർമേഷൻ ലെവൽ. ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നമുക്ക് റോഡ് വരേണ്ടത്. നമ്മൾ ഈ ഒരു നമ്മുടെ ഗ്രൗണ്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ലെവലിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തിയോറിലേക്ക് വെച്ചോ അപ്പൊ നമ്മളിത് മാർക്ക് ചെയ്തതോ, അതിനുശേഷം നമ്മൾ ഈ ഫോർമേഷൻ ലെവൽ ഇതിലാണ് നമുക്ക് റോഡ് പോകേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം, മണ്ണ് ഫില്ല് ചെയ്യണം. ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, മണ്ണ് കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇവിടെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് വരുമ്പോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മുടെ റോഡിന്റെ ഈ ലെവല് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഭാഗമാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ 200 മീറ്റർ ലെങ്ത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേ ഹൈറ്റ് ആവും. ഈ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഡെപ്തും ഈ റോഡിന്റെ ഡെപ്ത് ഇതൊക്കെ നമുക്ക് ഡെപ്ത് വരുന്ന സമയത്ത് വ്യത്യാസം വരും. അപ്പൊ ഈ വ്യത്യാസം വരുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുന്നത് ഇതിന്റെ D1 എന്ന് 1 മീറ്റർ ആണ്. അതായത് ഈ D1 എന്ന് പറയുന്നത് ഈ ഡെപ്ത് 1 മീറ്ററും എൻഡിങ്ങില് ഈ ഡെപ്ത് 1.6 മീറ്റർ ആണ്. അതായത് ആ ഗ്രൗണ്ടിന്റെ കിടപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡെപ്തിലൊക്കെ നമുക്ക് വ്യത്യാസം വരുന്നത്. ഇനി എങ്ങനെയാണ് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് 2 എൻഡ് ഉണ്ട്, നമുക്ക് D1 ഉണ്ട്, D2 ഉണ്ട്, 200 മീറ്റർ ലെങ്ത് ഉണ്ട്. നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ് 10 മീറ്റർ. ഇത്രയും നമുക്ക് സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മിഡ് എന്ന് പറഞ്ഞതാണ് മധ്യഭാഗം. അപ്പൊ നമ്മള് ഈ 200 മീറ്ററിന്റെ മധ്യഭാഗത്തിലെ സെക്ഷൻ ക്രോസ് സെക്ഷൻ ഏരിയ എന്നാണ് നമ്മൾ ഇതിനെ പറയാ. ഈ മധ്യഭാഗത്ത് വരുന്ന ഈ ക്രോസ് സെക്ഷന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ നമ്മൾ L കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മിഡ് സെക്ഷൻ ഏരിയ കാണുന്നത്. ഇനി അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BDM പ്ലസ് SDM² ഇൻറ്റു L. ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി കാണാനുള്ള ഇക്വേഷൻ. അതായത് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ് പ്രകാരം
നമുക്ക് എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് ബി ഡി എം പ്ലസ് എസ് ഡി എം സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിലെ ഈ ഇക്വേഷനിലെ ബി എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ഡി എം എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, നമ്മളത് കണ്ടുപിടിക്കണം. എസ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്ലോപ്പ് ആണ്, അതിൽ എസ് ഈക്വൽ ടു 2 ആണ് വരിക, 2 ആണ്. അതുപോലെ ഡി എം സ്ക്വയർ ആണല്ലോ, അപ്പോൾ ഡി എം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇതിലെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിതിനെ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഷേപ്പ്, ഞാൻ ഈ ഷേപ്പിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കുകയാണ്. ഇതില് ഇതാണ് നമ്മുടെ 10 മീറ്റർ നമ്മുടെ ഫോർമേഷൻ വിഡ്ത്, ഇതാണ് നമ്മുടെ സൈഡ് സ്ലോപ്പ് 2:1 എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ D1 എന്ന് പറയുന്നത്. ഇപ്പൊ D1 അല്ല, ഞാനിതിന് DM ആക്കുകയാണ്. അതായത് ഈ മിഡ് സെക്ഷന്റെ ക്രോസ് സെക്ഷൻ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ മിഡ് സെക്ഷന്റെ ക്രോസ് സെക്ഷൻ ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതിന്റെ ഫോർമേഷൻ വിഡ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ, അതായത് നമ്മുടെ B എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സൈഡ് സ്ലോപ്പ് 2:1 ആണ്. ഇത് DM ആണ്. ഇതാണ് ഇതിന്റെ ഡെപ്ത് ആണ് DM. DM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെപ്ത് ഓഫ് മിഡ്, മിഡ് ഭാഗത്തെ ഡെപ്തിനെയാണ് നമ്മൾ DM എന്ന് പറയുന്നത്. DM നമുക്ക് അറിയില്ല. ഈ DM കണ്ടുപിടിക്കാനായി നമ്മൾ എന്ത് ചെയ്യും? DM is equal to D1 plus D2 by 2. ഇതാണ് DM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് പ്രകാരമാണെങ്കിൽ നമുക്ക് DM എങ്ങനെ കണ്ടുപിടിക്കാം? D1 എത്രയാണ്? 1 മീറ്റർ പ്ലസ് D2 എത്രയാണ്? 1.6 മീറ്റർ ബൈ 2 വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എത്ര കിട്ടും? 2.6 ബൈ 2, 1.3 നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. അപ്പൊ DM എന്ന് പറയുന്നത് എത്രയാണ്? 1.3 മീറ്റർ ആണ്. അപ്പൊ DM കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന ആ രണ്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആ ക്രോസ് സെക്ഷന്റെ ഡെപ്ത്, അതായത് D1 ഉം D2, ഈ D1 ഉം D2 ഉം തമ്മിൽ കൂട്ടി അതിന്റെ ആവറേജ് ബൈ 2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? DM നമുക്ക് കിട്ടും. അപ്പൊ DM is equal to എത്രയാണ് വരുന്നത്? DM is equal to 1.3 മീറ്റർ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? എങ്ങനെ അപ്ലൈ ചെയ്യാം? B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതായത് B DM plus S DM സ്ക്വയർ ഇൻറ്റു L. എങ്ങനെ നമുക്ക് ചെയ്യാം? B എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു DM എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു 1.3 പ്ലസ് S എത്രയാണ്? നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് 2 ഇൻറ്റു DM സ്ക്വയർ. DM എത്രയാണ്? 1.3 സ്ക്വയർ ഇൻറ്റു L എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 200 മീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻസ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ ക്രോസ് സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ 2 ഭാഗങ്ങളാക്കി 3 ഭാഗങ്ങളാക്കി തിരിക്കുകയാണ്. അതായത് ഇതൊരു റെക്ടാങ്കിളും ഇത് 2 ട്രയാങ്കിളും ആണ്, അല്ലേ? അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് BDM എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ നീളം ഇൻറ്റു വീതി കുറിച്ചാൽ മതി. അപ്പൊ ഈ നീളം ഇതിന്റെ വീതി എന്ന് പറഞ്ഞ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 1.3 ആണ്. അപ്പൊ 10 ഇൻറ്റു 1.3 കുറിച്ച് കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടും. ഇനി പിന്നെ നമുക്ക് ഏത് കിട്ടിയാൽ മതി? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് 2 എണ്ണം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ് നമ്മൾ SDM സ്ക്വയർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതായത് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ SDM എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ട്രയാങ്കിളിന്റെ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ DM എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മുടെ DM B നമുക്കറിയാം, DM നമ്മൾ കണ്ടുപിടിച്ചു, S നമുക്കറിയാം, DM സ്ക്വയർ എഴുതി ഇൻറ്റു L, അതായത് ഇൻറ്റു 200 മീറ്ററിന് എഴുതി. അങ്ങനെയാണെങ്കിൽ 10 ഇൻറ്റു 1.3 എന്ന് പറയുന്നത് എത്രയാണ്? 13 പ്ലസ് 1.3
ഇൻറ്റു 1.3 ഇൻറ്റു 2 എത്ര വരും? പറ. 1.3 ഇൻറ്റു 1.3 ഇൻറ്റു 2 കുടിക്ക് കാൽക്കുലേറ്ററിൽ 3 ഇൻറ്റു 2 3.3 അതായത് 1.3 ഇൻറ്റു 1.3 ഇൻറ്റു 2 എത്ര കിട്ടി? 3.38. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 16.38 അല്ലേ? അല്ലേ? ഇൻറ്റു എത്രയാ? 200 എത്ര കിട്ടും? 16.38 3276 m3. ഇതാണ് നമ്മുടെ എന്ത് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടിയ 200 മീറ്റർ ലെങ്ത്തിലെ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 3276 m3 ആണ്. അത് ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടു, പിന്നെ നമ്മൾ ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടു. അങ്ങനെയാണ് നമുക്ക് അതാണ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് B × dm എന്ന് പറയുന്നത്, ട്രയാങ്കിളിന്റെ ഏരിയ ആണ് SDM² എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ തമ്മിൽ കൂട്ടി നമ്മൾ ലെങ്ത് കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ക്വാണ്ടിറ്റി കിട്ടും. മനസ്സിലായോ? ഏരിയ തമ്മിൽ കൂട്ടി, അതായത് റെക്ടാങ്കിളിന്റെയും ഈ ട്രയാങ്കിളിന്റെയും 2 ഏരിയ തമ്മിൽ കൂട്ടിയതാണ് 13 + 3.38. അത് തമ്മിൽ കൂട്ടിയപ്പോൾ 16.38 കിട്ടി. അതിനെ ലെങ്ത് കൊണ്ട് കുറിച്ച് നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. Q = 3276 m3. ഇങ്ങനെയാണ് നമ്മുടെ മിഡ് സെക്ഷൻ ഏരിയ പ്രകാരം ഒരു എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്: BDM + SDM² × L. ഈ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. L എന്താണ്, B എന്താണ്, D1 എന്താണ്, D2 എന്താണ്, സൈഡ് സ്ലോപ്പ് എന്താണ്, അതിൽ S ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ഈ ഇക്വേഷൻസ് കാണാതെ പഠിച്ച് നമ്മൾ അതില് DM നമ്മൾ കണ്ടുപിടിക്കണം. DM എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് മിഡ് ആണ്. DM എന്ന് പറയുന്നത് അതായത് മിഡിലെ മധ്യഭാഗത്തെ ഡെപ്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് കാണാൻ വേണ്ടി D1 + D2/2 കണ്ടു, DM കണ്ടുപിടിച്ചു. ആ ഇക്വേഷൻസിൽ നമ്മൾ അത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വാണ്ടിറ്റി മിഡ് സെക്ഷൻ ഏരിയ പ്രകാരം 200 മീറ്റർ ലെങ്ത്തില് നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുന്നതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ലഭിക്കും.